മോഹൻലാൽ വന്ന് ഒരുവിധം വെളുപ്പിച്ച് സുഖിപ്പിച്ച് ഇരുവർന്ന് പറഞ്ഞൊരു പരിപാടിയിൽ ലാലേട്ടൻ പോയി. അത് കഴിഞ്ഞ് ഇതാ വരുന്നു മമ്മൂട്ടി വന്ന് ഒരു നിമിഷം കൊണ്ട് കരിയോയിൽ ഒഴിച്ച് വെളുപ്പിച്ച് പോയി. അപ്പോൾ നമ്മൾ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇതിൽ ഒരുപാട് നമ്മുടെ ആലോചിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. മലയാളികൾക്ക് മമ്മൂട്ടി ആരാണ്? മമ്മൂട്ടി നമുക്ക് പ്രിയപ്പെട്ട നടനാണ്, ഒരു മെഗാ സ്റ്റാറാണ്. മമ്മൂട്ടിയെ പോലെ ഒരു നടനെ ഇനി നമുക്ക് അടുത്ത നൂറ്റാണ്ടിലൊന്നും കിട്ടില്ല. അപ്പോഴേക്കൊക്കെ നമ്മൾ ചത്ത് മണ്ണടിഞ്ഞ് പോയിണ്ടാവും. നമ്മുടെ 2 തലമുറ വന്നു കഴിഞ്ഞാലും അവർക്കും കിട്ടില്ല. അതുപോലത്തെ ഒരു നടനാണ് മമ്മൂട്ടി മോഹൻലാലും. അപ്പോൾ ഇനി നമുക്കൊരു കണക്ക് പറയാനുണ്ട്. കണക്ക് പറയാനുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വയനാട് ദുരന്തത്തിൽ കേന്ദ്രം കൊടുത്തത് 900 കോടി. താനടക്കം, ഞാനും മമ്മൂട്ടി മോഹൻലാലും നിങ്ങളെല്ലാവരും ഈ സമൂഹം അടക്കം അവർക്ക് കൊടുത്തത് 800 കോടി. അപ്പോൾ 1700 കോടി രൂപയായി. 1700 കോടി രൂപയിൽ നിന്ന് 151 വീടുണ്ടാക്കി. 151 വീടുണ്ടാക്കി. അപ്പോൾ 1700 കോടിയിൽ നിന്ന് 151 വീടുണ്ടാക്കി. ആ വീടുണ്ടാക്കിയതിനാണ് കിടന്ന് ഈ അഹങ്കരിക്കുന്നത്. ബാക്കി പൈസ എവിടെ പോയി? അതാണ് നമ്മൾ ചോദിക്കുന്നത്. ബാക്കി പൈസ എവിടെ പോയി? അപ്പം മമ്മൂട്ടിക്കല്ലേ ഒരു കുതിരപ്പവൻ കൊടുക്കേണ്ടത്? അതെ, മമ്മൂട്ടിക്കാണ് കുതിരപ്പവൻ കൊടുക്കേണ്ടത്. മമ്മൂട്ടി കോൺഗ്രസ്സുകാരനല്ല, കമ്മ്യൂണിസ്റ്റുകാരനല്ല, BJP-കാരനും അല്ല എന്നുള്ള നിലയിലാണ് അവിടെ പോയത്. എന്താണ് പോയ കാരണം? അവിടെ ടൗൺഷിപ്പിൽ അവിടെ ആ ദുരന്തം ഉണ്ടായവരോടുള്ള സ്നേഹം, ആത്മാർത്ഥത, അദ്ദേഹം കൊടുത്ത ഒരു വലിയൊരു ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ആത്മാർത്ഥതയിൽ പോയതാണ്, അല്ലാണ്ട് പാർട്ടി പരിപാടിക്ക് പോയതല്ല. അപ്പോൾ ഈ പാർട്ടിക്കാർ എന്തിനാണ് ഈ നമ്മുടെ മമ്മൂട്ടിനെ വന്ന് പൊതിഞ്ഞ് നിൽക്കുന്നത്? പൊതിഞ്ഞ് നിൽക്കുമ്പോൾ ഈ വീഡിയോ ഒക്കെ പുറത്ത് പോകുമ്പോൾ ചാനലിലൊക്കെ വരുമ്പോൾ ഇതിപ്പോൾ മമ്മൂട്ടിനെ കൊണ്ട് ഒരു പാർട്ടി പരിപാടിയാക്കി മാറ്റുമെന്ന് മമ്മൂട്ടിക്ക് പേടിയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങൾ ഒത്തിരി മാറിയേക്ക്. ഞാൻ ഈ ആൾക്കാരൊക്കെ അതിന് കണ്ട് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് ഒന്ന് കാണട്ടെ എന്ന് അദ്ദേഹം വളരെ നിർദോഷമായിട്ട് പറഞ്ഞതാണ്. അത് പാർട്ടി സഖാക്കൾക്ക് പറ്റിയില്ല. പാവം മമ്മൂട്ടി ഇപ്പോൾ പറയണ വേറെ കേസ് വന്നിരിക്കുക. മമ്മൂട്ടിയുടെ വീട്ടിലെ മലിനജലം തീട്ടമൊക്കെ അടുത്ത വീട്ടിലേക്ക് ഒഴുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരാൾ കേസ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മുടെ പാവം മമ്മൂട്ടിയെ സൂക്ഷിച്ചോളൂ. ഇനി എന്തൊക്കെ കേസ് നിങ്ങൾക്ക് വരാതിരിക്കണമെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. എന്തായാലും ഇപ്പോൾ ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏതും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെ വലിയ ആശ്വാസം.